ഞാനിപ്പോൾ ഇവിടെ ഇത് പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കാരണം IMS ആണ്. ഈ ഒരു ഇതിലോട്ട് വരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുന്നേ ഒരു നേഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് IMSനെ പറ്റി പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും ത്രൂ ഔട്ട് ദിസ് ജേർണി ഞാൻ എൻ്റെ ടാലൻ്റ് ഒന്നും ഇത്രയും എൻകറേജ് ചെയ്തിട്ടുള്ളൊരു സ്ഥലം എനിക്ക് ഉണ്ടായിട്ടില്ല. ഹായ്, ഞാൻ ആതിര ജയകൃഷ്ണൻ. ഞാൻ IMSലെ ലോജിസ്റ്റിക് ഡിപ്പാർട്ട്മെൻറ്റിലാണ് പഠിക്കുന്നത്. ഞാൻ 3 വർഷം ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചതാണ്. പിന്നെ ഡാൻസ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ തന്നെയും ഞാൻ ഒരുപാട് വേദികളിൽ കളിച്ചിട്ടുണ്ട്. ആക്ടിങ് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യും. ക്രാഫ്റ്റ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റിപ്പട്ടം, ബോട്ടിലാട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ മെഹന്തി ഡിസൈൻസ് വരയ്ക്കാറുണ്ട്. ബ്രൈഡ്സിനൊക്കെ മെഹന്തി ഇട്ട് കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ടാലൻസ്. അതിൽ ഇപ്പോൾ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ അച്ഛൻ നല്ലോണം പാടുമായിരുന്നു. ഇപ്പോഴും അച്ഛൻ നല്ലോണം പാടും. അപ്പോൾ അച്ഛനിലൂടെയാണ് എനിക്ക് പാട്ടിനോടൊരു ഇൻട്രസ്റ്റ് തോന്നിയത്. അങ്ങനെ ഒരുപാട് വേദികളിൽ പങ്കെടുത്തിട്ടുണ്ട്. കലോത്സവത്തിന്, ലൈറ്റ് മ്യൂസിക്, പദ്യപാരായണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീടെന്ന് പറയുന്നത് ഡാൻസാണ്. ഡാൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രൊഫഷണൽ അല്ലെങ്കിലും ഒരുപാട് ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലൊക്കെ കളിക്കാനും വേദികളിൽ പങ്കെടുക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതാണ്. ഈ ഒരു ഇതിലോട്ട് വരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുന്നേ ഒരു നേഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയും എൻ്റെ കാലിന് ലിഗമെൻ്റ് ഇഞ്ചുറി ഉണ്ടായി. അങ്ങനെ 3 സർജറിയാണ് കാലിന് നടത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 2.5 മാസത്തോളം ഞാൻ ബെഡിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഓൾറെഡി ഇതിൽ നെറ്റിപ്പട്ടമൊക്കെ ഉണ്ടാക്കുന്നതിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അങ്ങനെ അമ്മ ഇത് സെല്ല് ചെയ്യാറുണ്ട്. അപ്പോൾ അമ്മ എന്നെ ആ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആവണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നെ പഠിപ്പിച്ചതാണ്. ഇപ്പം ഞാൻ നെറ്റിപ്പട്ടം ഉണ്ടാക്കി ബാക്കിയുള്ളവർക്കൊക്കെ സെല്ല് ചെയ്യാറുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഹന്തി ഇടുന്നതാണ്. ഞാൻ പണ്ട് തൊട്ടേ എൻ്റെ കയ്യിൽ മെഹന്തി ഇടുമായിരുന്നു. പിന്നീട് എൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് ഇപ്പോൾ ബ്രൈഡ്സിനൊക്കെ മെഹന്തി ഇടാനായിട്ട് എന്നെ വിളിക്കാറുണ്ട്. പിന്നെ ഏറ്റവും അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിങ് ആണ്. എനിക്ക് ആക്ടിങ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആക്ടിങ് തന്നെയാണ്. ഞാൻ +2 ഞങ്ങളുടെ സ്കൂളിൽ ഒരു സൗഹൃദ ക്ലബിൻ്റെ ഒരു വലിയൊരു പരിപാടി നടന്നിരുന്നു. അപ്പോൾ അന്ന് ഒരു സ്കിറ്റ് അവതരിപ്പിച്ച് അതിൽ എന്നെ എൻകറേജ് ചെയ്യാനായിട്ട് ഒരു ബെസ്റ്റ് ആക്ട്രസിൻ്റെ അവാർഡ് അന്ന് എനിക്ക് തന്നപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ആക്ടിങ്ങിൽ ഒരു സ്കില്ലുണ്ടെന്ന്. പിന്നീട് ഞാൻ ഡിഗ്രിയിൽ എത്തിയപ്പോൾ നാടകോത്സവത്തിന് പോയിരുന്നു. അവിടെ വീടുകൾക്ക് എന്ത് പേരിടും എന്നുള്ളൊരു ക്യാൻസർ തീമിലുള്ളൊരു നാടകം ഞാനിവിടെ SN കോളേജ് ആലപ്പുഴയെ വെച്ചിട്ട് നടത്തിയിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ആക്ടിങ് തന്നെയാണ്. ഇനിയാണെങ്കിലും എൻ്റെ വീട്ടുകാരെല്ലാത്തിനും ഇതിനെല്ലാം സപ്പോർട്ടാണ്. എൻ്റെ പേരൻസ് നല്ല സപ്പോർട്ടാണ്. കുഞ്ഞിലേ മുതലേ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എന്നെ എൻകറേജ് ചെയ്ത് വിട്ടുകൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുണ്ട് നികിത, അവളും എന്നെ എല്ലാ കാര്യത്തിനും എന്നെ ഇങ്ങനെ എൻകറേജ് ചെയ്യുമായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ടാലൻറ്റ് കൊണ്ട് എൻ്റെ പേരൻസിനെ പ്രൗഡാക്കുക എന്നുള്ളതാണ്. അതെനിക്ക് ഇനി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെനിക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇത്രയും നാളും എനിക്ക് IMSനെ പറ്റി പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും ത്രൂ ഔട്ട് ദിസ് ജേർണി ഞാൻ എൻ്റെ ടാലൻ്റ് ഒന്നും ഇത്രയും എൻകറേജ് ചെയ്തിട്ടുള്ളൊരു സ്ഥലം എനിക്ക് ഉണ്ടായിട്ടില്ല. അതിപ്പം എൻ്റെ കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും എന്നെ ഇത്രയും എൻകറേജ് ചെയ്തിട്ടില്ല. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ഇത് പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കാരണം IMS ആണ്. എനിക്കിതിനു മുമ്പ് ഇതുപോലൊരു വേദി എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. ഇപ്പോൾ ഓരോന്നിനും ഓരോ ഇതിലൂടെയാണ് ഞാൻ വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാട്ടാണെങ്കിൽ ഞാനിപ്പം പാട്ട് പാടിയപ്പോൾ തന്നെ അത് കേൾക്കുന്ന ആൾക്കാർ അത് എൻകറേജ് ചെയ്യാറുണ്ട്. നന്നായിട്ട് പാടുന്നുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ അത് പാടാനായിട്ട് കൂടുതൽ ഇഷ്ടമാണ്. പിന്നെ ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുഞ്ഞിലേ മുതലുള്ള ആഗ്രഹമാണ് ആക്ടിങ് ചെയ്യണമെന്ന്. അതിപ്പം എനിക്ക് വേറൊരു ഇത് കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ കിട്ടുന്ന ചാൻസ് എല്ലാം മാക്സിമം ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. പിന്നെ എൻ്റെ പേരൻസിനാണെങ്കിലും ഇതിലൊന്നും ഒരു എതിർപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നു. എനിക്ക് ഒരുപാട് കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാട്ട് പാടും. ഉണ്ണിക്കിടാവിന്നു നല്ല